ഇന്ന് നമുക്ക് പോഷകാഹാരമായ നവരരി കുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് ഈ നവരരി കുറുക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നവരരി ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ നവരരി പൊടിച്ചെടുത്തതാണ്. നമ്മൾ നവരരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിന് ശേഷം ഒന്ന് വറുത്തെടുത്തതാണിത്. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ച പൊടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. 1 മാസത്തോളമൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം നവരരി പൊടിച്ചത് ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറ്. അതിന് വേണ്ടി എത്ര ഒരു സെപ്പറേറ്റ് ചട്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുറുക്ക് ഉണ്ടാക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുറുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ കുറുക്ക് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നിൽക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോവും. എന്നിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇനി മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പനങ്കൽക്കണ്ടാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുക്കുന്നത് പനങ്കൽക്കണ്ടാണ്. അപ്പോൾ ഈ കൽക്കണ്ടാവുമ്പോൾ കുട്ടികൾക്ക് കഫക്കെട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് അലിഞ്ഞു വരണം. ഇപ്പോൾ കൽക്കണ്ട അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ അരി കണ്ടോ, ഇപ്പോൾ കുറുകി വന്ന് കണ്ടോ, ഇതൊരു കുറുക്ക് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അരി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകിയെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അരി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ നവരരി എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായും കൊടുക്കേണ്ട ഒന്നാണ് ഈ നവരരി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം നെയ്യ്. അപ്പോൾ ഇത് 10 മാസത്തിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 മാസം പ്രായമായ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അധികമൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരല്പം നെയ്യ്. അപ്പോൾ 10 മാസത്തിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാനൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇളം ചൂടോടെ കൂടെ തന്നെ കൊടുക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കൊടുത്തു നോക്കുക. അതിനുശേഷം ദഹനത്തിന് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പോഷകാഹാരമാണിത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്